നമസ്കാരം. കോഴിക്കോട് പേരാമ്പ്രയിൽ ഗർഭിണിയായ യുവതി കാറിനുള്ളിൽ വെന്ത് മരിച്ച സംഭവത്തിൽ ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 27 വയസ്സുള്ള സോനയുടെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിൽ വൻ ദുരൂഹതയാണ് നിഴലിക്കുന്നത്. ഭർത്താവ് റിജിൻ ലാലിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി സോനയുടെ കുടുംബം വീണ്ടും രംഗത്ത് വരികയാണ്. കുഞ്ഞിന്റെ DNA പരിശോധിക്കണമെന്ന് റിജിൽ ആവശ്യപ്പെട്ടിരുന്നതായും പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. എന്നാൽ സോന തന്നെയാണ് പെട്രോൾ വാങ്ങിയതെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുവെന്ന് റിജിന്റെ പിതാവ് രാജനും വ്യക്തമാക്കി. എന്താണ് പേരാമ്പ്രയിലെ ആ രാത്രിയിൽ സംഭവിച്ചത്? ചെറുവണ്ണൂർ കക്കാറാമുക്ക് റോഡിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ സോന വെണ്ണീറായപ്പോൾ അത് വെറുമൊരു അപകടമാകുമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ശാസ്ത്രീയ പരിശോധനകളിൽ കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് കേസിന്റെ ഗതി മാറിയത്. ഇപ്പോൾ സോനയുടെ കുടുംബം ഭർത്താവ് റിജിൻ ലാലിനെതിരെ ക്രൂരമായ പീഡന വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നുണ്ട്. മരണ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 7 മണി വരെ സോന തന്റെ മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് പോലും റിജിൻ ലാൽ ഫോണിലൂടെ സോനയുമായി കടുത്ത വഴക്കുണ്ടാക്കി എന്നാണ് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. റിജിൻ തന്നെ നിരന്തരം ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാറുണ്ടെന്ന് സോന മാതൃ സഹോദരിയുടെ മകളോട് മുൻപ് തുറന്നു പറഞ്ഞിരുന്നു. രചന മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിനെ ചൊല്ലി വീട്ടിൽ വലിയ തർക്കങ്ങൾ പതിവായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഗർഭിണിയായ സോനയുടെ വയറ്റിലുള്ള കുഞ്ഞ് തന്റേതല്ലെന്ന് ആരോപിച്ച് DNA പരിശോധന നടത്തണമെന്ന് വരെ റിജിൻ ആവശ്യപ്പെട്ടതായാണ് ബന്ധുവായ സത്യൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ കേസിൽ നിർണായക വഴിത്തിരിവായത് സോന പമ്പിൽ നിന്ന് നേരിട്ട് പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ്. മരണ ദിവസം വൈകിട്ട് ടൗണിൽ പോയപ്പോൾ മാതൃ സഹോദരിയുടെ മകൾ വസ്ത്രം വാങ്ങാൻ കടയിൽ കയറി അല്പസമയം സോനയെ കാണാതായി. ഈ സമയത്താണ് സോന അടുത്തുള്ള പമ്പിലെത്തി കാനിൽ പെട്രോൾ വാങ്ങിയതെന്നാണ് പോലീസ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സോനയുടെ ശരീരത്തിൽ പെട്രോളിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മകനെ ന്യായീകരിച്ചുകൊണ്ട് റിജിൻ ലാലിന്റെ പിതാവ് രാജൻ രംഗത്ത് വരികയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നതെന്നും സോന വലിയ ദുരിതത്തിലാണ് കഴിഞ്ഞതെങ്കിൽ ഇത്രയും കാലം അവളുടെ കുടുംബം എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നും രാജൻ ചോദിക്കുന്നു. മകനെ ചതിക്കാൻ വേണ്ടി ബോധപൂർവമാണ് സോന കാനിൽ പെട്രോൾ വാങ്ങിയതെന്നാണ് രാജന്റെ ആരോപണം. വാഹനത്തിന് ഷോർട്ട് സർക്യൂട്ട് അല്ല സംഭവിച്ചതെന്നും ഉള്ളിൽ നിന്നാണ് തീ പടർന്നതെന്നും ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്ന റിജിൻ ലാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും പുറകിലെ സീറ്റിൽ നിന്ന ഗർഭിണിയായ സോന കാറിന്റെ സെൻട്രൽ ലോക്കിംഗ് സംവിധാനത്തിൽ കുടുങ്ങി പുറത്തിറങ്ങാനാകാതെ വണ്ടിയിലിരുന്ന് വെന്ത് ഭരിക്കുകയായിരുന്നു. ഒരു ഗർഭിണിയായ യുവതി ഒരിക്കലും സ്വന്തം ജീവൻ ഒടുക്കുവാൻ തയ്യാറാവില്ലെന്നും ഇത് റിജിൻ ലാൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണെന്നും സോനയുടെ കുടുംബം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. പെട്രോൾ വാങ്ങിയത് സോന തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? റിജിൻ ലാലിന്റെ ക്രൂരമായ പീഡനങ്ങളാണോ ഇതിന് പിന്നിൽ? കുടുംബം ഉന്നയിച്ച ഗാർഹിക പീഡന ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന റിജിൻ ലാലിനെ വിശദമായി ചോദ്യം ചെയ്തതോടെ മാത്രമേ ഈ ദാരുണ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ചുരുളഴിയും.